എടാ എന്നെ ഒന്ന് പുറത്തേക്ക് എടുക്ക്. ബണ്ണി ഞണ്ട്. എടാ കഴുതേ, ബണ്ണി പൂച്ചയാണ്. എടാ കഴുതേ, ഇങ്ങോട്ട് നോക്ക്. എന്റെ അടുത്ത് ഞണ്ടുണ്ടെന്നാ ഞാൻ പറഞ്ഞേ. എന്നെ ഒന്ന് പുറത്തെടുക്ക്. ഇനി എന്താ അതിന്റെ ആവശ്യം? ഞണ്ടിനെ ഇവിടുന്ന് ഓടിച്ചു കഴിഞ്ഞില്ലേ? എന്ന് വെച്ച് ജീവിതകാലം മുഴുവൻ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? ഇതൊരു വട്ടുപിടിച്ച കളിയാണ്. സംശയമുണ്ടോ? ഇന്നത്തോടെ നിന്റെയൊക്കെ കളിയൊക്കെ ഞാൻ അവസാനിപ്പിച്ചു തന്നേക്കാം. മണി, ബോളിന് വേഗം താ. ഇതെന്താ ബോംബെന്താ ഇനിയും പൊട്ടാത്തത്? ഹണി, ബോള് വേഗം താ. താങ്ക് യു ചേട്ടാ. ചേട്ടാന്നോ? എന്നെ ഈ പരുവത്തിലാക്കിട്ടെ നീ എന്നെ വന്ന് ചേട്ടാന്ന് വിളിക്കുന്നോടാ? വാട്ടർ സ്പോർട്സ് ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാനുള്ള സമയമാണിത്. ഇപ്പൊ ശരിയാക്കി തരാം. പറക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? നിങ്ങളെ ഞാൻ ഇപ്പൊ തന്നെ പറപ്പിക്കാം. നമ്മൾ എന്തുകൊണ്ടാ ഒരുപാട് മുകളിലേക്ക് പോവാത്തത്? ഹണി, ബോട്ടിലെ കയർ അഴിഞ്ഞു പോയി. പാരച്യൂട്ടിലെ കയർ അഴിയാതിരുന്നാൽ നന്നായി പോയി. കഴുതേ, പാരഷൂട്ടിലെ കയറാണ് ബോട്ടിൽ കെട്ടിവെച്ചിരിക്കുന്നത്. അതാണ് അഴിഞ്ഞു പോയത്. ഇപ്പോ നമ്മൾ താഴെ പോയിക്കൊണ്ടിരിക്കുക. പാരച്യൂട്ട് ഉണ്ടല്ലോ, നമ്മൾ പതുക്കെ താഴോട്ട് പോകും. ഇനി വെള്ളത്തിലും ചാടാൻ പറ്റില്ല. വെള്ളത്തിൽ ഷാർക്കുണ്ട്. എടാ പാരച്ചോട്ട് മുകളിലോട്ട് കൊണ്ടുപോടാ. എടാ വേഗം കൊണ്ടുപോടാ. ഞാൻ രക്ഷപ്പെട്ടു. എന്നെ ഒന്നും ചെയ്യരുത്. എന്നെ തിന്നരുത്. ഞാൻ പറയുന്നത് കേക്ക്. ബണ്ണി ഈ വയറ് ഘടിപ്പിക്കാൻ മറന്നു. സംശയമുണ്ടോ? സാറേ, നിങ്ങളുടെ വണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അണി പണി സാറിന് ട്രയലിന് കൂട്ടിക്കൊണ്ട് പോയിട്ട് വാ.
ഇപ്പൊ കാർ റിവേഴ്സ് ഗിയറിലായി. ഈ കാർ ഇനി ഒന്നിനും തന്നെ കൊള്ളില്ല. ഇതിപ്പോൾ റിവേഴ്സ് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ആലോചിച്ച് നോക്കണം സാർ. കാർ റിവേഴ്സിൽ ഓടിക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും ആക്സിഡന്റ് ഉണ്ടാവില്ല. നോ എൻട്രി ആണ്. അങ്ങേക്കല്ല സാർ, അങ്ങ് റിവേഴ്സിൽ നോ എൻട്രിയിലും കാർ ഓടിക്കാവുന്നതാണ്. നോ എൻട്രി ആണ്. ആ ഇനി അങ്ങ് ഒരിക്കലും ട്രാഫിക്കിൽ കുടുങ്ങുകയില്ല. ആകാശത്തിന് ട്രാഫിക്കോ? ഈ മനുഷ്യന് നമ്മളെ ജീവിക്കാൻ അനുവദിക്കില്ല. എന്നെ താഴെ ഇറക്ക്. പേടിക്കണ്ടെന്നേ, നമുക്ക് മുകളിലൂടെ പോവാം. അയ്യോ, ഞാൻ എങ്ങനെയാ വീട്ടിൽ പോന്നേ? ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് ഇതുവഴി അങ്ങ് ഇറങ്ങി പോയാ മതി. അയ്യോ, എനിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. ഇറങ്ങേണ്ട ആവശ്യവുമില്ലല്ലോ. അങ്ങ് ബൈക്ക് എടുത്തോണ്ട് അങ്ങയുടെ വീടിന്റെ അടുത്തുള്ള പോസ്റ്റിൽ നിർത്തി അവിടുന്ന് ഇറങ്ങി പോയാ മതി. എന്റെ വീട് ലെഫ്റ്റ് സൈഡിലാണ് ഉള്ളത്. എങ്ങനെ പോ? ഇവന് വട്ടാണെന്നാ തോന്നുന്നത്. 2 ടയർ ഉള്ളപ്പോ ഇവൻ എന്തിനാ ഒറ്റ ടയറിൽ വണ്ടി ഓടിക്കുന്നേ? അതിനാണ് വീലിംഗ് എന്ന് പറയുന്നത്. എല്ലാവരുടെയും സുഹൃത്താ. നീ സുഹൃത്തല്ല, എല്ലാവരുടെയും ശത്രുവാണ്. നിനക്കറിയില്ലേ, റോഡിൽ ഇതുപോലെ സ്റ്റണ്ട് കാണിച്ചാ നിന്റെ ജീവനും മറ്റുള്ളവരുടെ ജീവനും ആപത്തിലാകും. സോറി, പുതിയ ബൈക്കല്ലേ, അതുകൊണ്ട് എക്സൈറ്റഡ് ആയി പോയി. ആരുടെ ബൈക്കാണ്? കർത്തയുടെ, എല്ലാവരുടെയും സുഹൃത്തിന്റെ. നിനക്ക് എവിടുന്ന് കിട്ടി ഇത്രയധികം കാശ്? ഞാനിപ്പോ പാർട്ട് ടൈം ആയിട്ട് ഡോക്ടർ ബാലുവിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. നന്ദു ജോലി ചെയ്ത് പുതിയ ബൈക്ക് വാങ്ങിയിരിക്കുന്നു. എന്നാൽ നമ്മളിപ്പോഴും സ്കൂട്ടറിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശരി, എന്നാൽ എന്റെ ഫ്രണ്ടിനെ വിളിക്കാനായിട്ട് പോവാനുണ്ട്. അവൻ അവിടെ വെയിറ്റ് ചെയ്യായിരിക്കും. കൂട്ടുകാരെ, നമുക്കും പാർട്ട് ടൈം ജോലി ചെയ്യണം. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം വാങ്ങാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉടൻ തന്നെ പോയി ജോലി നോക്കാം. സംശയമുണ്ടോ? ഈ നശിച്ച വണ്ടി വീണ്ടും ഓഫായി. വേഗം വാ, മോട്ടുവിന്റെ ഗ്യാരേജിൽ കൊണ്ടുപോയി ഇതിനെ ശരിയാക്കാം. നീയൊക്കെ എന്ത് ജോലിയാടാ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജോലി അറിയാത്ത വിഡ്ഢി കൂഷ്മാണ്ടങ്ങളെ. Get out! മോട്ടു ചേട്ടാ, സ്കൂട്ടർ വീണ്ടും സ്റ്റാർട്ട് ആകുന്നില്ല. ജോർദാർ ഉടൻ കാർ വാഷ് ചെയ്യണം. നീ ആ കാറിന്റെ ബോണറ്റ് തുറക്കാൻ നോക്ക്. നീ ആ ബൈക്കിന്റെ കാർബറേറ്റർ ക്ലീൻ ചെയ്ത് വെക്കണം. 4 വിഡ്ഢികൾ ഉണ്ടെങ്കിലേ ഒരു കളിയും ജയിക്കാൻ കഴിയില്ല. ശരിയാ, ഞങ്ങള് 4 പേരുണ്ട്. മിണ്ടാതിരിക്കേ മോട്ടു ചേട്ടാ, ഇത് വേഗം ഒന്ന് റെഡിയാക്കി താ. നന്നാക്കാൻ 3 ദിവസമെങ്കിലും എടുക്കും. എന്റെ പൊന്നു ചേട്ടായി, സ്കൂട്ടർ നന്നാക്കാനാണ് പറഞ്ഞത്, അല്ലാതെ പുതിയത് ഉണ്ടാക്കാനല്ല. സംശയമുണ്ടോ? ഇവിടെ ജോലിക്കാരൊന്നുമില്ല. എല്ലാരും ഞാൻ ഇവിടുന്ന് പറഞ്ഞയച്ചു കഴിഞ്ഞു. ഇനി പുതിയ ജോലിക്കാരെ കണ്ടെത്തണം. മോട്ടു ബായ്, ഞങ്ങൾ ചെയ്യാം ജോലി. ഓക്കേ, നാളെ രാവിലെ തന്നെ നിങ്ങൾ ജോലിക്ക് കയറിക്കോ.
നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യണം, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പൊ തന്നെ ചെയ്യണം. ചെയ്യേണ്ട ജോലി ഏത് തന്നെയായാലും നന്നായിട്ട് തന്നെ ചെയ്യണം. എനിക്കൊന്നും മനസ്സിലായില്ല, പക്ഷെ പറഞ്ഞത് ശരിയാ. എന്നാ പോപ്പട്ട്, നീ തുടങ്ങിക്കോ. എന്റെ അവച്ചേ, നന്നായി വരും. ഞാൻ നന്നായിട്ട് വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സംശയമുണ്ടോ? അതെ, സാഷ്ടാംഗമായി ഞങ്ങൾ പ്രണാമം ചെയ്യാം. ഞങ്ങളെ ആശീർവദിക്കും. ഓഹോ, ഇത് മുഴുവൻ അഴുക്ക് പിടിച്ചിരിക്കുകയാണല്ലോ. ഹണി, ഇങ്ങോട്ട് വാ. ഇത് തുറക്കുന്നില്ല. ആ. എന്റെ പൊന്നു ചേട്ടാ, എന്നോട് ക്ഷമിക്കേ. താങ്ക് യു ഹണി, താങ്ക് യു. എടാ, ഈ ടയർ ഒന്ന് ഊരിത്തടാ. നന്നായിട്ട് കുടുങ്ങി. എന്റെ ചേട്ടായി, 4-5 ദിവസം ഓട്. തടി കുറഞ്ഞു കഴിഞ്ഞാ ടയറ് താനെ ഊരിപ്പോന്നോളൂ. കഴുതേ, അത്രയും ദിവസം ഈ ടയർ എന്റെ ദേഹത്തിരിക്കണോടാ. ഇതിങ്ങനെയൊന്നും വരികയില്ല, ഇതിനെ മുറിക്കേണ്ടി വരും. നിനക്കെന്താ വട്ടാണോ? ഇദ്ദേഹത്തിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാ നമുക്ക് പിന്നെ ആരാ സാലറി തരിക? കഴുതേ, ചേട്ടനല്ലടാ, ടയറാണ് കട്ട് ചെയ്യേണ്ടത്. സംശയമുണ്ടോ? നിങ്ങൾ എന്തിനാണ് ഇത്രയൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്? വേഗം ഈ ടയർ കെട്ടി. സോറി. എനിക്ക് തോന്നുന്നത് അവൻ വല്ലാത്ത ദേഷ്യത്തിലാണ്. ഇവൻ ദേഷ്യത്തിൽ തന്നെയാണ്. ഓടിക്കോ. എന്റെ ആഹാരം മുഴുവൻ നശിപ്പിച്ചു. ആരാണ് നിങ്ങൾ? ഇവൻ ബണ്ണി, പിന്നെ ഞാൻ ജോർദാറാണ് സർ. അത് ശരി, ജോർദാറോ? നിങ്ങളെ കാണുമ്പോ തന്നെ എനിക്ക് പരിയളകുക. എന്നോട് മത്സരിക്കാൻ നോക്കാണോ? വെറുതെ വിടില്ല ഞാൻ. ജോർദാർ, വേഗം വാ, രക്ഷപ്പെടാം. ഓടിക്കോ, ഓടിക്കോ, വേഗം ഓടിക്കോ. എടാ, അവൻ എങ്ങോട്ടാ പോയത്? എങ്ങനെയുണ്ട്? എടാ, അവൻ എങ്ങോട്ടാ പോയത്? കണ്ടുപിടിക്കാൻ കഴിയില്ല, ഞങ്ങള് വേഷം മാറിയിരിക്കാണ്. കണ്ടോ? കഴുതേ, ഓടിക്കോ. പിടിക്ക, അത് അവന്മാര് തന്നെയാ. വേഗം ഏതോമാരെ പിന്തുടർന്ന് പിടിക്ക. എന്റെ താടി എടുത്ത് മാറ്റിയോ? അങ്ങനെയാണെങ്കിൽ നിന്റെ താടി ഞാൻ എടുത്ത് മാറ്റും. പിടിക്കവരെ, പിടിക്ക. ഇതുവഴി രക്ഷപ്പെടാം. വേഗം വായോ. ഇനി രക്ഷയില്ല, ചാടിക്കോ. ഇത് ചെറിയ ജനലാണല്ലോ, ഇതിലെ കൂടെ ചാടിയാ ഞാൻ കുടുങ്ങും. നമ്മൾ രക്ഷിക്കണം. അവനെ വേറെ മാർഗത്തിൽ പോയി പിടിക്കണം.
ഇതിലേ പോകാം. ആ കുട്ടിക്കൊന്നും തന്നെ സംഭവിക്കരുത്. അവൻ റൈറ്റിൽ പോവാണ്, സംശയമുണ്ടോ? മര്യാദക്ക് കുട്ടിയെ വിട്ടേക്ക. എടാ മോനെ, നീയായിരുന്നോ? ഞങ്ങൾ ഇതുവഴി പോയതാണ്. അപ്പൊ നിങ്ങളെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങ് എന്താണ് ചെയ്യുന്നത്? ഞാൻ എന്റെ ടൈം മെഷീൻ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വെവ്വേറെ ടൈം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞു തരാമോ? പറഞ്ഞു തരാം, പക്ഷെ ഇതിൽ ഒന്നിലും തന്നെ തൊട്ടേക്കരുത്. വെളിയിൽ എന്തോ സെറ്റ് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. ഹണി, നീ ആവശ്യമില്ലാത്തൊന്നും ചെയ്തേക്കരുത്. ആ ഞാൻ എന്ത് ചെയ്താലും അത് പ്രശ്നത്തിലേ അവസാനിക്കൂ. ഞാൻ ഇവിടെ നിന്ന് ഇരിക്കാം. ഹണി, മെഷീൻ അവിടെ പോയി. സയന്റിസ്റ്റ് അങ്കിളുടെ വീട്ടില് ഇവരെങ്ങനെ എത്തിയത്? അങ്കിളിന്റെ വീട്ടിലല്ല, നമ്മൾ സ്റ്റോണേജിലാണ്. നമ്മളെങ്ങനെയാണ് ഇവിടെ എത്തിയത്? ആ? ഞാനൊന്നും തന്നെ ചെയ്തില്ല. നീ കേറിയിരുന്നത് ട്രാൻസ്മിറ്റ് ബട്ടന്റെ പുറത്താണ്. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. നിങ്ങൾ തയ്യാറല്ലേ? ഞാൻ പോയി കതവ് തുറക്കാം. നമ്മൾ കയ്യിൽ കുടുങ്ങുന്നതൊന്ന് വേഗം ഓടിക്കോ. ഓടിക്കോ. പിടിക്കവരെ. അവര് വേറെ ഗ്രഹത്തിലെ ജീവികളാ, അവരെ വിടരുത്. ഇവിടെ ആനയുടെ രൂപത്തിൽ സിംഹമാണ് ഉള്ളത്. ഇത് സിംഹം തന്നെയാ. സ്റ്റോണേജിൽ സിംഹത്തിന് ഇതുപോലത്തെ കൊമ്പുണ്ടായിരുന്നു. അവരായുധങ്ങളൊക്കെ വലിച്ചെറിയുകയാണ്. അപ്പോൾ നമ്മളുമായിട്ട് അവർക്ക് വഴക്കില്ലെന്നല്ലേ അർത്ഥം? കഴുതേ, അവർ ആയുധങ്ങളൊക്കെ താഴേക്ക് വലിച്ചെറിഞ്ഞതല്ല, നമ്മെ ആക്രമിക്കാൻ വേണ്ടി വലിച്ചെറിയുന്നതാണ്. ഒരെണ്ണെങ്ങാനും കൊണ്ട അതോടെ നമ്മുടെ പണി തീരും. സംശയമുണ്ടോ?
അവര് വരുന്നുണ്ട്. രക്ഷപ്പെട്ടോ? അവര് രക്ഷപ്പെട്ടു പോയിരിക്കുന്നു. നമ്മുടെ പ്രധാന അടവുകൾ പുറത്തെടുക്കണം. പോയി ഏതെങ്കിലും മരത്തിലിരിക്കാം. സംശയമുണ്ടോ? ഇവിടെ ഇരുന്നാൽ ആർക്കും എന്നെ കണ്ടെത്താനാവില്ല. എന്റെ കുഞ്ഞ് ഇത് കുടിച്ചോ.